നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ഒത്തിരി അങ്ങ് പഴുത്തുപോയ ഏത്തപ്പഴം കൊണ്ട് നല്ലൊരു മധുര പലഹാരം തയ്യാറാക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇതെങ്ങനെയാണെന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 150 ഗ്രാം ശർക്കര പാനി ഒഴിക്കാം. ഇത് ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് ഇച്ചിരി കട്ടയായിട്ടിരിക്കുകയാണ്. അത് ചൂടാകുമ്പോൾ അങ്ങ് ഉരുകിക്കോളൂ. ഇതിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിക്കാം. 3/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ 3 ഏത്തപ്പഴം വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞിട്ട് അതുകൂടി ഇതിനകത്തേക്കിടാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം പല തവണയായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാവേ. ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് കലക്കിയെടുക്കാൻ. ഏത്തപ്പഴക്കൂട്ട് അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഈ പഴമൊക്കെ ഒന്ന് വെന്ത് വരണം കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇതിനകത്ത് നെയ്യൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. തീയൊന്നും ഒത്തിരി കൂട്ടിയിടരുത്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന മൈദ കോൺഫ്ലോറിൻ്റെ ആ കൂട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുക. കട്ടയുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കണേ. ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈവിടാതെ ഇളക്കണം. തീ കുറച്ച് വെക്കണം. നല്ലപോലെ ഇളക്കി ഇതൊന്ന് കുറുക്കിയിലെ വെള്ളമൊക്കെ ഒന്ന് വലിയുന്നവരെ ഇളക്കിയെടുക്കണേ. എന്നിട്ട് നമ്മളിതിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്പം നെയ്മയം പറ്റിയ ബട്ടർ പേപ്പർ ഇട്ട പാത്രത്തിലേക്കാണ് ഇത് വെക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ സാധാരണ സ്റ്റീൽ പ്ലേറ്റിൽ ഇച്ചിരി ഓയിലൊക്കെ പരട്ടിയിട്ട് വാഴയിലൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് നമുക്കിത് വെക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതിനി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മുറിച്ചെടുത്ത് ഉപയോഗിക്കാം കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരിയൊക്കെ ഒന്ന് ഉറപ്പ് കിട്ടും കേട്ടോ. ഇതൊരിച്ചിരി സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. കാര്യം അലുവയെ പോലൊക്കെ ആണെങ്കിൽ പോലും ഒരിച്ചിരി സ്റ്റിക്കിയാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒന്നും പറയാനില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ സാധനത്തിന്. സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ 2-3 ഏത്തപ്പഴമൊക്കെ ഇതുപോലെ തൊലിയൊക്കെ ഉണങ്ങി കറുത്തൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കഴിക്കാനൊക്കെ എല്ലാവർക്കും ഒരു മടിയായിരിക്കും. ഇങ്ങനെയൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.